നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം വീണ്ടും സ്ഥാപിക്കാൻ കോൺഗ്രസ് തീരുമാനം. CPIM പ്രവർത്തകർ തകർത്ത ഗാന്ധി സ്തൂപം പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്തെത്തും. കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് വീണ്ടും ഗാന്ധി സ്തൂപം സ്ഥാപിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. CPM പ്രവർത്തകർ തകർത്ത ഗാന്ധി സ്തൂപം പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്തെത്തുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം KPCC നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള CPM തകർത്തിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള K. സുധാകരൻ MP ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുവാപ്പുറത്തെ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ടം മേഖലയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തിയിരുന്നു. ജാഥയ്ക്കിടയിലും സമ്മേളനത്തിന് ശേഷവും പ്രദേശത്ത് സംഘർഷവും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ അവരുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു വിഷയമെന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്ക് രണ്ട് ഗവൺമെൻറ്റുകളും രണ്ട് പാർട്ടികളും BJP ആയാലും CPM ആയാലും ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കന്മാരെ അവരുടെ പേരുകൾ എവിടെ വരുന്നു അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എവിടെ വരുന്നു അതൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.